പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പലപ്പോഴും വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി നമുക്ക് പുറത്തേക്ക് പോകേണ്ട അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ നാം നായയെ അല്ലെങ്കിൽ പൂച്ചയെ വീടിനുള്ളിൽ ഒറ്റയ്ക്കാക്കി പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നായ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തത സഹചാര്യൻ, ഒരു കമ്പാനിയൻ ആനിമലാണ് എന്നും നായ. അതിന് നമ്മളോടുള്ള സഹവർത്തിത്വം, നമ്മളുടെ തലോടൽ, നമ്മുടെ സ്നേഹം, നമ്മളുടെ കൂട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആനിമലാണ് എന്നും ഡോഗ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോഗ്സ് അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സ്, ക്യാറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ പെറ്റ്സിനെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇങ്ങനെ നമ്മളൊരു നായയെ വീട്ടിൽ ഒറ്റയ്ക്ക് വിടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം ഈ നായയുടെ പ്രായത്തെക്കുറിച്ചാണ്. പപ്പീസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 6 മാസത്തിൽ താഴെ പ്രായമുള്ള നായക്കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏകദേശം 2 മുതൽ 4 മണിക്കൂർ വരെ വീട്ടിലാരുമില്ലാതെ തന്നെ നമുക്കതിനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാം. പക്ഷേ അവർക്ക് ആവശ്യമായ വെള്ളം, ഫുഡ് എന്നിവ നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി 6 മന്ത്സിന് എബോവ് ഉള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവരെ ഒരു 4 to 6 hours നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാം. ഇനി ഒരു അഡൾട്ട് ഡോഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവരെ ഒരു 6 to 8 hours നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാം. ഇനി ഇതൊരു സീനിയർ ഡോഗ്, അതായത് എബോവ് 7 years ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 to 5 hours, 5 hours മാക്സിമം ആണ്, മിനിമം ഒരു 2 to 3 hours ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. കാരണം നമുക്കറിയാം അവർക്കൊരു ബ്ലാഡർ ടോളറൻസ്, ബ്ലാഡർ പിടിച്ചു നിർത്താം. മൂത്രം അവർക്ക് പ്രായം കൂടുന്തോറും ആ ഒരു യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സീനിയർ ഡോഗ്സിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ടൈം അവേഴ്സ് അല്ലെ ഇത്തരത്തിലുള്ള ടൈം നമ്മളൊന്ന് മിനിമൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇത്തരത്തിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിന് ഈ നമ്മുടെ നായകൾക്ക് അല്ലെങ്കിൽ നായക്കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വേണേൽ ഒരു ലിമിറ്റഡ് സ്പേസ് അല്ലെങ്കിൽ അതിനെ ക്രേറ്റിലേക്ക് നമുക്കതിനെ മാറ്റിയിട്ട് പോകാം. നമ്മൾ എപ്പോൾ പുറത്ത് പോയാലും നമ്മുടെ നായയ്ക്ക് ആവശ്യമായ വെള്ളം അതിന് ഇന്നാഡിക്വേറ്റായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ നമ്മളവിടെ സ്റ്റോർ ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പോട്ടി ട്രെയിനിങ് കൊടുത്തിട്ടുള്ള നായ്ക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് പോട്ടി കൂടി വെച്ചിട്ട് പോയാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പോട്ടി ട്രെയിനിങ് കൊടുത്തിട്ടുള്ള പെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടി കൂടി നമുക്ക് വെച്ച് കൊടുത്തിട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ അപകടകരമായ കത്തികൾ, വയറുകൾ, ഇലക്ട്രിക് സാധനങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നായയെ അല്ലെങ്കിൽ പെറ്റ്സിനെ വീട്ടിലിട്ടിട്ട് പോകുമ്പോൾ നമ്മളതെല്ലാം ഒഴിവാക്കി വളരെ കരുതലോട് വേണം നമ്മൾ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ. അതുപോലെ ചില വിഷവസ്തുക്കളുണ്ട്, പല പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കോക്രോച്ചിനെ കൊല്ലുന്ന തരത്തിലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല അപകടകാരികളായ പല നമ്മൾ വീട്ടുപകരണങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, സാധനങ്ങൾ, ഇതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് നായയെ ഇട്ടിട്ട് പോകുമ്പോൾ നായയുടെ കൈയെത്തുന്ന ദൂരത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് പോകരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കുറച്ചൊരു മ്യൂസിക് പ്ലെയറോ അല്ലെങ്കിൽ ടിവിയോ ഒരു ചെറിയ ശബ്ദത്തിൽ വെച്ച് കൊടുത്താൽ അത് പലപ്പോഴും നമ്മുടെ പെറ്റ്സ് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്നതായി കാണാം. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ആവശ്യത്തിന് വെള്ളം അതിന് വെക്കേണ്ടതാണ്. പിന്നെ ചെറിയ പസിൽ ടോയ്സ് അല്ലെങ്കിൽ ടോയ്സുകൾ, പസിൽ ഫീഡേഴ്സ്, ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാമെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞുള്ള ആ ഒരു ബോറടി അവർക്ക് ഒഴിവാക്കുവാൻ കഴിയുന്നതാണ്. കുറച്ച് ട്രീറ്റ്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ വെച്ച് കൊടുത്താൽ ഇത് നമ്മൾ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ നമ്മൾ നായയ്ക്ക് ഇല്ലാതെ വരും. ഇതിലൊക്കെ എപ്പോൾ നാം പറഞ്ഞാലും അതിൻ്റെ ഓർഡർ അതിൻ്റെ അടുത്ത് നിന്ന് മാറുമ്പോൾ കുറഞ്ഞ മണിക്കൂറുകളാണെങ്കിൽ പോലും നമ്മുടെ നായയ്ക്ക് അത് ആങ്സൈറ്റി ഉണ്ടാക്കും, അതായത് ഉത്കണ്ഠ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഉത്കണ്ഠയും ബോറടിയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കളിപ്പാട്ടങ്ങളും അതുപോലെ ജ്യൂസ്, ട്രീറ്റ്സ്, ഇതൊക്കെ നമുക്ക് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നായയ്ക്ക് കൊടുത്തിട്ട് പോകാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊരു CCTV ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നായ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ട്.
നായ്ക്ക് ബോർഡം അല്ലെങ്കിൽ ഈ വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി ടോയ്സ് നൽകണം, അല്ലെങ്കിൽ പസിൽ ഫീഡേഴ്സ് കൊടുക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നായ അഗ്രസീവ് ആവാനുള്ള സാധ്യതയുണ്ട്. പല ഡിസ്ട്രക്റ്റീവായിട്ടൊരു ടെൻഡൻസി കാണിക്കും. വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുക, സോഫയൊക്കെ കടിച്ച് പറിച്ച് അതിനകത്ത് പഞ്ഞിയൊക്കെ എടുത്ത് കളയുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ നായ ഒരു പക്ഷേ ചെയ്തു എന്ന് വരാം. അപ്പോൾ CCTV ഉള്ളതിനോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ സമയം പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് സഹവസിക്കുന്ന നമ്മുടെ അയൽവാസിയോട് നമ്മൾ പുറത്ത് പോവുകയാണ്, നമ്മുടെ നായയിലൊരു ശ്രദ്ധ വേണമെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ നമ്മുടെ നായ്ക്കുണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി ഒരു വെറ്റിനറിയൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ള മരുന്നുകളും നമുക്ക് കൊടുക്കാവുന്നതാണ്. നാം പുറത്ത് പോകുന്ന സമയം നീണ്ടു വരുന്നതോറും അവൻ്റെ ആങ്സൈറ്റി കൂടുകയാണ്. ഇത് ചിലപ്പോൾ അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ബാർക്കിംഗ് അല്ലെങ്കിൽ കുരയ്ക്കും ഒക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും 6 മുതൽ 8 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരാൾ തിരിച്ചു വന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു കൂട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പെറ്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഏത് സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ.